നാടിൻ്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസി. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്നത് നമ്മുടെ ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ കൊല്ലത്തെത്തി കേരള യുക്തിവാദ സംഘത്തിൻ്റെ സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. തീർച്ചയായും അത് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത്, നമ്മൾ വളരെ ഇടതുപക്ഷം എന്ന് പറയുന്ന കേരളത്തിൽ പോലും വർഗീയതയെ ജാതീയതയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുന്ന ഒരു സമയം, അതിനെ എതിർക്കേണ്ടവർ പോലും നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുള്ള പ്രതികരണം. മത നേതാക്കന്മാർ ഇത് കണ്ട് ആഹ്ലാദിക്കുന്നു. ഇതൊരു വളരെ അപകടകരമായൊരു സ്ഥിതിയാണ്. നമുക്ക് യുക്തിവാദ സംഘത്തിൻ്റെ വാർത്തകളിലേക്ക് പോകാം. മതം സമത്വം അംഗീകരിക്കുന്നില്ല. മതനിരപേക്ഷ സർക്കാർ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷകരാകണം. തസ്ലീമ നസ്രീൻ കേരള യുക്തിവാദ സംഘം സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു. മതം സത്യത്തെയോ സമത്വത്തെയോ അംഗീകരിക്കുന്നില്ലെന്നും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജ്യം നിയമവ്യവസ്ഥയെ തന്നെ നഷ്ടപ്പെടുത്തുകയാണെന്നും ബംഗ്ലാദേശിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം മാറണമെങ്കിൽ മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്നും എഴുത്തുകാരി തസ്ലീമ നസ്രീൻ കേരള യുക്തിവാദ സംഘം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. മതങ്ങളെയോ മതഗ്രന്ഥങ്ങളെയോ നിരോധിക്കാൻ നമുക്കാവില്ല. മതഗ്രന്ഥങ്ങളെ സ്ത്രീവിരുദ്ധതയും അക്രമവും പുരുഷാധിപത്യവുമെല്ലാം പൊതുവിടങ്ങളിൽ ചർച്ചയാകണം. കുട്ടികൾ വിശ്വാസികളായല്ല ജനിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും അല്ലാത്തവ തള്ളിക്കളയാനും അവസരം ഉണ്ടാകണം. വിദ്യാഭ്യാസം മതരഹിതമാകണം. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദു സമൂഹം ഭയന്നാണ് കഴിയുന്നത്, അവർ പറഞ്ഞു. കേരള യുക്തിവാദ സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. യുക്തിരേഖ മാധ്യമ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക VP സുഹ്റയും പ്രശസ്തിപത്രം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KN അനിൽകുമാറും ക്യാഷ് അവാർഡ് ജനറൽ സെക്രട്ടറി TK ശക്തിധരനും തസ്ലീമ നസ്രീന് നൽകി. കവി കുരീപ്പുഴ ശ്രീകുമാർ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ നരേന്ദ്ര നായിക്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായി, പ്രൊഫസർ TJ ജോസഫ്, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ സന്തോഷ് മാനവം എന്നിവർ സംസാരിച്ചു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. CPM-ന്റെ വർഗീയതയ്ക്ക് മുന്നിൽ BJP പകച്ചു നിൽക്കുന്നു. PC വിഷ്ണുനാഥ്. KPSTA ജില്ലാ സമ്മേളനം നടന്നു. കേരളത്തിൽ CPM നടത്തുന്ന വർഗീയ പ്രചാരണത്തിന് മുന്നിൽ BJP പകച്ചു നിൽക്കുകയാണെന്ന് PC വിഷ്ണുനാഥ് MLA. ജില്ലാ പ്രസിഡന്റ് പരവൂർ നജീബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി S ശ്രീഹരി, സംസ്ഥാന സെക്രട്ടറി PS മനോജ്, A ഹരിത ഹാരിസ്, P മണികണ്ഠൻ, പ്രിൻസി റീന തോമസ്, C സാജൻ, വിനോദ് പിച്ചിനാട്, ബിനോയ് R കൽപ്പകം, കല്ലട ഗിരീഷ്, രാജു D പണിക്കർ, MP ശ്രീകുമാർ, B റോയി, VS ശാന്തകുമാർ, CP ബിജുമോൻ എന്നിവർ സംസാരിച്ചു. BN പ്രേംനാഥ് മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് MLA വിതരണം ചെയ്തു. പ്രതിനിധി സമ്മേളനം മേയർ AK ഹാഫീസ് ഉദ്ഘാടനം ചെയ്തു. O ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. T ജോൺസൺ, R തനൂജ, വത്സല സതീശൻ, കുരീപ്പള്ളി സലീം, അൻസറുദ്ദീൻ എന്നിവർ സംസാരിച്ച്. വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം വട്ടപ്പാറ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. J ഇന്ദിരകുമാരി അധ്യക്ഷത വഹിച്ചു. MS വിനോദ്, അൻവർ ഇസ്മായിൽ, ബൈജു ശാന്തിരംഗം, D സുജാത എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം. J ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. KS ബിജു, സൂരജ് രവി, ദീപു ജോർ, P ജോത്സനീക, ബിജു സ്റ്റീഫൻസൺ, M ഹരിലാൽ, രഞ്ജിത്ത്, അനിൽകുമാർ, സാംസൺ വാളകം, മുഹമ്മദ് ഷാഫി, CI ഷിജു, B ശ്യാംദേവ്, ബിജു K മാത്യു, P വത്സല, NT അസ്ലാം എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇത്രയും കാലം വെച്ചു പുലർത്തിയ സങ്കല്പങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള പരിശ്രമമാണ്, അത് വിജയിക്കാനൊന്നുമില്ല, പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ വർഗീയതയ്ക്ക് മുമ്പിൽ പ്രധാന വർഗീയതയുടെ ആളുകൾ പകച്ചു നിൽക്കുകയാണ്. ഇവരോട് കോമ്പീറ്റ് ചെയ്യാൻ അവർക്ക്
പറ്റുന്നില്ല. ഇവരെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രധാന വർഗീയതക്കാരും മാറുന്ന സ്ഥിതിയാണ് കേരളത്തിൽ. ഇതൊക്കെ നമ്മൾ പഴയ ആൾക്കാർ പറയത്തില്ല, എന്താണ് വിനാശകാലേ വിപരീത ബുദ്ധി. ഇതിന് ശരിയാവാൻ പോണില്ല. എല്ലായിടത്തിനും കിളി പോയിരിക്കുകയാണ്. ലോക്കൽ കൂടി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഭയം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാനും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കാനും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഭയപ്പെടുന്ന ദുഃഖകരമാണെന്ന് മജീഷ്യൻ RC ബോസ് കേരള യുക്തിവാദി സംഘം സംസ്ഥാന സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ച് സംഘടിപ്പിച്ച ചരിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘം ചെയർമാൻ കുരിപ്പുഴ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പത്മകുമാർ, കേരള യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശക്തിധരൻ, ജില്ലാ പ്രസിഡന്റ് ജോയി അശോക്, ഷാജി കിഴക്കടത്ത് എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ.
ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9441119980. യഥാർത്ഥ പ്രകടനം നടത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിന് വെനിസ്വേല ഐക്യദാർഢ്യവും അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. ഇളമ്പള്ളൂർ വേലുത്തമ്പി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് കുണ്ടറ മുക്കടയിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാ സാഹിത്യ സംഘം കുണ്ടറ ഏരിയ പ്രസിഡന്റ് G സുശീല, ഏരിയ സെക്രട്ടറി D സുന്ദരാജ്, സംസ്ഥാന കൗൺസിൽ അംഗം പ്രൊഫസർ ഹാഷിംകുട്ടി, ഷാജിമോൻ, ആദിത്യ തുടങ്ങിയവർ സംസാരിച്ചു. L പ്രട്പമാർ, ജസീന, സൂസൻ തോമസ്, പത്മജ, ജോൺസൺ അസീസി, J ഫ്രാൻസിസ്, സുധീശൻ, രവീന്ദ്രൻ, ജോൺ, സെബാസ്റ്റ്യൻ, BK സുരേഷ്, ബ്രൂണോ, പോൾ എന്നിവർ നേതൃത്വം നൽകി. അവിടെയൊക്കെ അമേരിക്കയുടെ കപ്പൽ ഇറക്കുമ്പോൾ സോവിയറ്റ് റഷ്യയുടെ 7ാം കപ്പൽ പട വന്നിറങ്ങുകയും ഇനി ഒരടി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ എല്ലാ യാത്രയും ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. അങ്ങനെ ലോകത്ത് 2 ചേരിയായി നിന്ന സമയത്തും ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ചേരിചേരാ രാഷ്ട്രചേരി എന്നത് സംഘടിപ്പിച്ചുകൊണ്ട് മുഴുവൻ സമാധാന സ്നേഹികളെയും ഒന്നാക്കി നിർത്തുകയും ലോകത്ത് എപ്പോഴൊക്കെ അസ്വസ്ഥതയുണ്ടാകുമോ അപ്പോഴൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ സമാധാനം സ്ഥാപിക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അത് നെഹ്റുവിന്റെ കാലത്തായാലും പിന്നീട് വന്നവരുടെ കാലത്തായാലും. പക്ഷെ മോഡി വന്നതോടുകൂടി അമേരിക്കയുടെ സ്വന്തം ആളായി തീരുകയും ട്രംപ് എന്ത് കൽപ്പിക്കുന്നുവോ ട്രംപിനനുസരിച്ച് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ട്രംപ് പറഞ്ഞ രസകരമായ ഒരു കാര്യം, എനിക്കേറെ പ്രിയപ്പെട്ടവനാണ് മോഡി, പക്ഷെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടത് ചെയ്യുന്നില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടത് ചെയ്യണം. എന്താ എന്നെ സന്തോഷിപ്പിക്കേണ്ടത്? വില കുറച്ച് പെട്രോൾ ഇന്ധനം നൽകുന്ന റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങിക്കരുത്, വില കൂട്ടി തരുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. ഇതെന്തൊരു ന്യായമാണ്? എന്നെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഈ മീനാക്ഷി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റ് നിർമ്മാണം പുനരാരംഭിക്കണം. ജനകീയ പ്രതിഷേധം. പേരൂർ മീനാക്ഷി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ 36 ലക്ഷം രൂപ ചെലവഴിച്ച് ഓഡിറ്റോറിയം നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇടക്കാലത്ത് നിന്നു. ഓഡിറ്റോറിയം നിർമ്മാണം അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നവജീവൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രവാസികൾക്കും ഒരുപോലെ അത്യാവശ്യമായി പൊതുസൗകര്യം വർഷങ്ങളായി അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാപരിപാടികൾ, സർക്കാർതല പരിപാടികൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൗണ്ടിംഗ് ഉൾപ്പെടെ നിരവധി ഔദ്യോഗിക പ്രവർത്തനം നടത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനമായതിനാൽ ഓഡിറ്റോറിയത്തിൻ്റെ അഭാവം വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കണം. നവജീവൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് N സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മീനാക്ഷി വിലാസം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മിഥിലാജ് ഉദ്ഘാടനം ചെയ്തു. നവജീവൻ സാംസ്കാരിക സമിതി രക്ഷാധികാരി അർജുനൻ പിള്ള, അൻസർ മുഹമ്മദ്, നിഷാദ്, ബിനു, ഷൈജു, മുനീർ, ആനന്ദ് എന്നിവർ സംസാരിച്ചു. MLA ഫുട്ബോൾ കപ്പ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തു. PC വിശ്വനാഥ് MLA നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾക്കായി സംഘടിപ്പിക്കുന്ന MLA കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചു. മുക്കട സെറാമിക്സ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ജോ പോൾ ആഞ്ചേരി ഉദ്ഘാടനം ചെയ്ത് PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. കുണ്ട്ര പഞ്ചായത്ത് പ്രസിഡന്റ് G വിനോദ് കുമാർ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു ഗോപൻ, അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, വത്സല സതീശൻ, R അരുൺരാജ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ ജോസഫ് കുരുവിള, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള 32 ടീമുകളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. 4 ദിവസമാണ് ടൂർണമെൻറ്റ്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 25 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ ലൈഫ് വരെയുള്ള ചിത്രങ്ങളാണവ. ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇന്ന് തന്നെ ലൈല അവർ ലവ് എന്ന യൂട്യൂബ് ചാനൽ കയറി ചിത്രങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.